പാട്രിയോട്ട് എന്ന ചിത്രത്തെക്കുറിച്ച് തന്നെയാണ്. ചിത്രം ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കണ്ടിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പല നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂകളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു റിലവൻസിനെ കുറിച്ച് 1-2 വാക്കുകൾ പറയാമെന്നാണ് കരുതിയത്. ഇതിൻ്റെ റിലവൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു USP ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രം, ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നിക്കുന്ന ഒരു ചിത്രം എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു USP ആയിട്ട് നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഈ ചിത്രത്തിൽ ഉപയോഗിക്കുക വഴി യഥാർത്ഥത്തിൽ അവരുടെ താരശരീരം കാണാൻ കഴിയാതെ വന്ന നിരാശരായ ചില ഫാൻസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹേറ്റ്രഡ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ശരീരത്തെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനങ്ങൾ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഒരു താരകേന്ദ്രീകൃത സിനിമ അല്ല എന്നതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഈ സിനിമയുടെ പ്രാധാന്യം, റിലവൻസ് എന്ന് ഞാൻ കരുതുന്നത് അത് കൈകാര്യം ചെയ്ത വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് മാസ് ഡിജിറ്റൽ സർവൈലൻസ് എന്ന ഒരു പ്രശ്നം. എങ്ങനെയാണ് ഡിജിറ്റൽ വ്യൂഹങ്ങൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള സർവൈലൻസ് സിസ്റ്റങ്ങൾ ലോകത്ത് നിർമ്മിക്കപ്പെടുന്നത് എന്നത് ഇന്ത്യയിൽ സവിശേഷമായി ഒരു പോസ്റ്റ് പെഗാസിസ് സിറ്റുവേഷനിൽ ഇത്തരമൊരു വിഷയം കൃത്യമായി പരിഗണിക്കേണ്ടതും കൃത്യമായി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതുമാണ് എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഒരു ചിത്രം പരിഗണിച്ച ആ ഒരു വിഷയത്തെ അത് വേണ്ട വിധം പരിഗണിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ സർവൈലൻസ് പ്രവർത്തിക്കുന്നത്, അത് സ്റ്റേറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വ്യക്തികളെ, അവരുടെ സ്വകാര്യതയെ, അവരുടെ പ്രതിഷേധങ്ങളെ മോണിറ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ട്രാക്ക് ചെയ്യുകയും പ്രതിഷേധങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്നതൊക്കെ പറയാൻ കൃത്യമായിട്ട് ഈ ചിത്രം അതിൻ്റെ തുടക്കത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അത് ഒരു സ്വകാര്യ കുത്തക കമ്പനികളുമായിട്ട് യോജിക്കുമ്പോൾ പല ഇത്തരത്തിലുള്ള സർവൈലൻസ് സോഫ്റ്റ്വെയറും കൃത്യമായ ദുരുപയോഗങ്ങൾക്ക് എങ്ങനെ വിധേയമാകുന്നു, അതിൻ്റെ അധികാരം, അതിൻ്റെ ഒരു സർവാധിപത്യ സ്വഭാവം എങ്ങനെ പ്രകടമാകുന്നു എന്നതൊക്കെയാണ് ഈ ഒരു ചിത്രം ആദ്യ ഭാഗത്ത് പറയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സർവൈലൻസ് സോഫ്റ്റ്വെയറിനെതിരെ, അതിൻ്റെ ദുരുപയോഗത്തിനും അതിൻ്റെ കൃത്യമായ ഉത്തരവാദിത്തരഹിതമായ ഉപയോഗത്തിനുമെതിരെ മുന്നോട്ട് വരുന്ന ഒരു ഉദ്യോഗസ്ഥരെ സ്റ്റേറ്റ് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അത് അയാളെ പിന്തുടരുന്നത് എങ്ങനെ, അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയും അതിനെതിരെ പൊരുതാൻ ഉറക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിലുള്ള കഥ. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റേറ്റും കുത്തക കമ്പനികളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് എങ്ങനെയാണ് വ്യക്തികളെ, അവരുടെ സ്വകാര്യതയെ കടന്നാക്രമിക്കുന്നത്, അവരുടെ രാഷ്ട്രീയ അവകാശങ്ങളെ കടന്നാക്രമിക്കുന്നത് എന്നതൊക്കെ പറയാനായിട്ടുള്ളൊരു ശ്രമം നമുക്ക് ഈ സിനിമയുടെ ആദ്യത്തിൽ കാണാം. ആ അർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നാം പകുതി ഏതാണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കഥ പറയുക വഴി ഒരു സ്ലീക്കായിട്ടുള്ള സ്പൈ ത്രില്ലറിൻ്റെ സ്വഭാവത്തിൽ ഏറെക്കുറെ നല്ല രീതിയിലാണ് ഈ സിനിമയുടെ ഒന്നാം പകുതി പോകുന്നത്. ഈ റിലവൻ്റായ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ അതിൻ്റെ ഒരു കൃത്യമായ വിഷയം പറയുന്നുണ്ട്. അതോടൊപ്പം അതെങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതും വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒന്നാം പകുതി പോകുന്നത്. മറിച്ച് ഇതിൻ്റെ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാൻസുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മോഹൻലാലിൻ്റെ താരശരീരത്തിനെ ഉപയോഗപ്പെടുത്താതിരുന്നതിൻ്റെ അല്ല, അദ്ദേഹത്തെ മറിച്ചൊരു കഥാപാത്രമായി മാത്രം കണ്ടുകൊണ്ട് ഇതിൻ്റെ മേക്കേഴ്സ് ചെയ്ത ചില കാര്യങ്ങൾ ദഹിക്കാതെ പോയ ആളുകൾ
അതിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും വെറുപ്പും ഹേറ്റഡും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ ഫസ്റ്റ് ഹാഫിൽ നിലനിർത്തിയിരുന്ന ഒരു സ്ലീക്ക് സ്പൈ ത്രില്ലറിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് പിന്തുടരാൻ രണ്ടാം പകുതിയിൽ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ഡിജിറ്റൽ സർവെയിലൻസിൻ്റെ ഒരു സ്വഭാവം, ആ സ്വഭാവത്തെക്കുറിച്ച് ഒന്നാം പകുതിയിൽ കൃത്യമായിട്ടൊരു പാട്ടിൽ, സുഷിൻ ശ്യാമിൻ്റെ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള യൂട്യൂബിൽ അവൈലബിളായിട്ടുള്ള മനുഷ്യൻ എന്ന ഒരു ആ പാട്ടിൻ്റെ വരികളിലൊക്കെ നമുക്ക് കാണാം കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ സിനിമയുടെ സന്ദേശം അതിലൂടെ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ, ഡിജിറ്റൽ സർവൈലൻസ് എന്ന വിഷയത്തെ പരിഗണിച്ചു കൊണ്ടിരുന്ന ഒന്നാം പകുതിയിൽ നിന്ന് രണ്ടാം പകുതിയിലെത്തുമ്പോൾ ആ ഒരു ഗൗരവ സ്വഭാവം കുറച്ചൊക്കെ കഴിഞ്ഞു പോയോ എന്നെനിക്ക് സംശയമുണ്ട്. കൃത്യമായിട്ടൊരു, അതായത് ഈ ഒരു സർവൈലൻസിൻ്റെ ഗഹനത, അതിൻ്റെ ആഴം, അതിൻ്റെ സങ്കീർണത, അതിൻ്റെ ദൂരവ്യാപകമായ സ്വഭാവം, പ്രത്യാഘാതം, ഇവയൊക്കെ അതിൻ്റെ ഒരു ആ സങ്കീർണതയിൽ പരിഗണിക്കാതെ സവിശേഷമായ ഒരു സംഭവത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്നത്. അതായത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ കൊടുക്കുകയും ആ കമ്പ്യൂട്ടറിലൂടെ അവരുടെ ചില സ്വകാര്യതകൾ ചിത്രീകരിക്കുകയും ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിജിറ്റൽ സർവൈലൻസിൻ്റെ ഒരു അപഭ്രംശമായിട്ട് മാത്രം പറയാൻ കഴിയുന്ന ഒരു സ്വഭാവമാണിത്. നേരെ മറിച്ച് സർവൈലൻസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്. അത് അദൃശ്യമായിക്കൊണ്ട് തന്നെ നമുക്ക് ചുറ്റും ഒരു ജയിൽ പോലെ ഉയർന്നു വരികയും അതിൻ്റെ നീരാളിക്കൈകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ പിന്തുടരുന്ന, നമ്മെ ട്രാക്ക് ചെയ്യുന്ന, നമ്മുടെ അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ഇതിൻ്റെ കഥയിൽ തന്നെ പറയുന്നു, ഇതിൻ്റെ പാട്ടിൽ തന്നെ പറയുന്നത് ഒരു അനിമൽ ഫാം അല്ല, ഒരു മനുഷ്യ ഫാമിലാണ് ഞാനുള്ളതെന്ന് ഞാൻ അറിഞ്ഞു എന്ന വരികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ കുറച്ചുകൂടി സങ്കീർണതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ രണ്ടാം പകുതി ചെയ്തിരുന്നുവെങ്കിൽ ഈ ചിത്രം വളരെ മെച്ചപ്പെട്ട ഒരു ക്ലാസിക് സ്വഭാവത്തിലുള്ള ചിത്രമായി തീരുമായിരുന്നു. അതിന് പകരം മേക്കേഴ്സ് കൂടുതലായിട്ട് ശ്രമിച്ചത് കുറച്ചുകൂടി ജനകീയവൽക്കരിക്കാനാണ് എന്ന് തോന്നുന്നു. ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഒരു കേവലമായ റിവെഞ്ച് സ്റ്റോറിയുടെ സ്വഭാവത്തിൽ പ്രഡിക്റ്റബിളായിട്ടുള്ളൊരു ക്ലൈമാക്സിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നം ആണ് രണ്ടാം പകുതിയിൽ ഞാൻ കാണുന്നത്. അതല്ലെങ്കിൽ വളരെ മെച്ചപ്പെട്ട, വളരെ നല്ലൊരു സിനിമയാണ് പാട്രിയോട്ട് എന്ന് കൃത്യമായിട്ട് പറയാം. ഇതിൻ്റെ അവസാനത്തിൽ നായക കഥാപാത്രം പറയുന്ന ഒരു വരികളുണ്ട്, ടെൽ ഹിം ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്, ഗ്രേറ്റ് ഇന്ത്യൻ ട്രൈറ്റർ ഓർ പാട്രിയോട്ട്. അതായത് ഇങ്ങനെ ശരിക്കും അതൊരു പ്രധാനപ്പെട്ട വരിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ളൊരു മാസ് ഡിജിറ്റൽ സർവൈലൻസിങ് സ്റ്റേറ്റ് ലോകമെമ്പാടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം സർവൈലൻസ് പ്രോഗ്രാമുകളുടെ സുതാര്യത, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതെങ്ങനെയാണ് ദുരുപയോഗങ്ങളിലേക്ക് വഴിമാറാതിരിക്കുക എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ നിയമനിർമ്മാണങ്ങൾ വേണം, അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ സുതാര്യത വേണം എന്നൊക്കെ വാദിക്കുന്ന ആളുകളെ വളരെ എളുപ്പത്തിൽ ദേശദ്രോഹികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമുണ്ട്. യഥാർത്ഥത്തിൽ അവർ ദേശദ്രോഹികളാണോ അതോ അവർ ദേശസ്നേഹികളാണോ എന്നൊരു ചോദ്യം കൃത്യമായിട്ട് ഈ ഒരു സിനിമ അങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കണ്ടൻറ്റ് വൈസിൽ രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് ആ ഒരു സന്ദേശം കൃത്യമായ സങ്കീർണതകളോടെ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സന്ദേശത്തിൻ്റെ പ്രസക്തിയിൽ കൃത്യമായിട്ടും കാണേണ്ടുന്ന ഒരു സിനിമ തന്നെയാണ് പാട്രിയോട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.